ചേട്ടാ ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു എന്നെനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ ഒമ്പതാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് താരം അഭിലാഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അഭിലാഷും ഭാര്യയും ഫേമസ് കപ്പിളാണ്. അഭിശ്രീ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതുകൊണ്ട് തന്നെ അഭിശ്രീ കപ്പിൾസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പൊ നിലവില് അഭിലാഷിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഏകദേശം 9 മാസവും 1 വീക്കും എന്നാണ് പറയുന്നത്. വളകാപ്പ് ഫംഗ്ഷൻ അടക്കം ഈ അടുത്ത് ഇവര് നടത്തിയതാണ്. അതിന്റെ ഇതിൽ തന്നെ ഈ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. പ്രഗ്നൻസിയിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തൂല, ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഇവര്. ആ ഫോട്ടോഷൂട്ട് നടത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ നെഗറ്റീവ് കമന്റുകളുടെ ചാകരയായിരുന്നു. കമന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്ത് തെണ്ടിത്തരവും എന്ന് പറയാവുന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ കാര്യങ്ങൾ. എന്തായാലും ഇപ്പൊ 1 നെഗറ്റീവാണ് ഇപ്പൊ ആ ഫോട്ടോഷൂട്ട് നടത്തിയത് കൊണ്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന് എന്താണ് ഇത്ര നെഗറ്റീവ് വരാനും. വേറൊന്നുമില്ല, ഈ ഫോട്ടോഷൂട്ടിൽ പെണ്ണ് വയറ് കാണിച്ചതാണ് പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പ്രഗ്നൻസി ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതിനിപ്പോ വയറ് കാണിച്ചത് ഇത്ര വലിയ തെറ്റാണ്? അതല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ പ്രഗ്നൻസി വയറും ഇപ്പൊ കാമക്കണ്ണുകളിലൂടെയാണോ ആൾക്കാർ നോക്കിക്കാണുന്നത്? ബോളിവുഡിലെ ദീപിക പദുക്കോൺ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. ആ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് സൂപ്പർ ആണെന്ന് പറഞ്ഞവരാണ് ഇവരൊക്കെ. എന്തിന് ബോളിവുഡ് വിട്, നമ്മുടെ ദിയ കൃഷ്ണ പോലും ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അപ്പോഴും നല്ലത് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ വന്ന് കുലസ്ത്രീ വർത്താനം പറയുന്നുണ്ട്. പിന്നെ ഇനി കുറെ എണ്ണം വരും, അവരെ ദിയ കൃഷ്ണയെ വെച്ചിട്ടാണോ കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആരെയും കമ്പയർ ചെയ്യുന്നതല്ല, ആൾക്കാരുടെ ഒരു മനോഭാവം, അതുപോലെ സെലക്ട് ചെയ്ത് ഇങ്ങനെ പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ഈ പ്രഗ്നൻസി ഫോട്ടോഷൂട്ടിന്റെ താഴെ വന്ന കമന്റ്സുകളൊക്കെ അതിന് വിട്ടപ്പോഴാണ് അഭിശ്രീ കപ്പിൾസ് നേരിട്ട് രംഗത്തെത്തിയത്. തെറിവിളികൾ ഉണ്ടാവും, കുട്ടികൾ കാണരുത് എന്നുള്ള ഡിസ്ക്ലൈമർ ഇട്ടിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ചേട്ടാ ഈ വയറ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നു? വയറ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് ഈ ഒരു വയറ്റിനകത്ത് എൻ്റെ ഒരു കുഞ്ഞു വെളി വരാൻ പോകുന്നു. ഇതേപോലെ ഒരു വയറ്റിനാണ് ഞാനും ജനിച്ചു വന്നത്. ഇതേപോലെ ഒരു വയറ്റിനാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ വീർത്തിരിക്കുന്ന ഇത്രയും വലുതായിട്ടുള്ളൊരു വയറ് നോക്കിയിട്ട് പറയാൻ പാടുള്ളതാണോ പറയാൻ പാടില്ലാത്തതാണോ എന്നറിയത്തില്ല. കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറെ കുലസ്ത്രീയും കുല പുരുഷന്മാരും കൂടെ ഇരുന്നിട്ട് യൂട്യൂബിൽ കിടന്ന് കൊണ അടിക്കുന്നുണ്ട്. അത് നമ്മൾ കമന്റ് സെക്ഷൻ മാത്രമേ നമ്മളിപ്പോ പറയുന്നുള്ളൂ. അല്ല വീഡിയോ ചെയ്യുന്നവർ അവരവരുടെ പറയുന്ന പോലെ അതിപ്പോ നമുക്ക് അതിനെ കുറിച്ച് റിലേറ്റ് ചെയ്യാം. അവർക്ക് അറിയാം എങ്ങനെ ട്രെൻഡ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ കുറെ പേര് ഇങ്ങനെ കുലപുരുഷന്മാരായിട്ട് നിന്നാലേ അവർക്ക് ചിലപ്പോൾ ബിഗ് ബോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ കയറി പോകാനൊക്കെയുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കുറെ സാധനങ്ങൾ. അപ്പൊ അത് നമ്മൾ പ്രതികരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും കാര്യങ്ങളോ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവുമല്ലോ. മേ ബി അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ പ്രതികരിച്ചിട്ട് അവന്മാർക്കോ അല്ലെങ്കിൽ അവൾമാർക്കോ വൈറലാക്കി കൊടുക്കാനുള്ള ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇതാരാണപ്പാ യൂട്യൂബിലെ കുലസ്ത്രീയും കുലപുരുഷനും ഒക്കെ? അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടെന്നാണ് അഭിലാഷ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അടിയുണ്ടാക്കുന്നവരാണ് ഇവരൊക്കെ. എന്തായാലും ഓരോരോ പരാക്രമങ്ങൾ കാണിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ അടുത്ത് വരികയല്ലേ, അതിൽ കയറാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പല കോപ്രായങ്ങളും കാണിക്കുമല്ലോ. നെഗറ്റീവ് പറഞ്ഞ് അടിയുണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ നേടുക, അതാണ് ഇവരുടെ മെയിൻ പരിപാടി. അല്ല അഭിലാഷ് ചേട്ടാ, ഏതെങ്കിലും 2 ചാനലിന്റെ പേരെങ്കിലും പറയായിരുന്നു. നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ള അവസരമല്ലേ നിങ്ങൾ ഇല്ലാണ്ടാക്കിയത്. സാരമില്ല, ഇനിയിപ്പോ എന്ത് പറയാനാ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ അഭിശ്രീ കപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുത്തരിയല്ല, മൈൻഡ് പോലും ഒരു ചെയ്യത്തില്ല. തുടങ്ങിയ സമയത്ത് തന്നെ ഇവര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കേൾക്കാൻ തുടങ്ങിയതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിലാഷ് ഇതുപോലെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് റിപ്ലൈ കൊടുക്കാറുമുണ്ട്. എന്തായാലും ഇവരുടെ വൈറലായ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ, അതിന്റെ പിക്കൊന്ന് ഞാൻ ഇവന്റെ സൈഡിൽ കൊടുക്കാം, ഒന്ന് കണ്ടുനോക്ക്. കണ്ടിടത്തോളം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഫോട്ടോസാണ്. എനിക്ക് കണ്ടിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല. മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന വയറ് കാണിച്ചെന്ന് പറഞ്ഞ ഒരു മോശവും തോന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു കുഞ്ഞു ജീവനാണുള്ളത് എന്നുള്ള ഒരു ഇതാണ്, ഒരു ആകാംക്ഷ, അതാണ് അവിടെ കാണുന്നത്. അവര് വളരെ സന്തോഷത്തിൽ എടുത്ത ഒരു ഫോട്ടോ ആണ്. എന്തായാലും ഈ ഫോട്ടോസിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നു കേട്ടോ. അതിനെ കുറിച്ച് അഭിശ്രീ സംസാരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കണ്ടു. എന്താ ചിലരുടെയൊക്കെ ഒരു വിചാരം ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങ് മോശക്കാരാണ്. മോശമല്ല, ഇങ്ങനെ പച്ചയായിട്ട് പറഞ്ഞ വേശ്യകൾ എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ് ചിലരുടെ വിചാരം. ഇപ്പൊ നമ്മൾ മാത്രം ലൈഫിൽ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു ജനറേഷനിലൊക്കെ ജീവിക്കുന്നവരാണോ? വന്ന രസകരമായിട്ടുള്ള നല്ല കിടിലമായിട്ടുള്ള കുലച്ചേട്ടന്മാരും ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് രസകരമായിട്ട് നമ്മൾ ഫണ്ണായിട്ട് കണ്ടിട്ട് വിട്ട കുറച്ച് സാധനമാണ്. റെസ്പെക്ട് മം ബട്ട് ദിസ് ഈസ് ഓവർ. കുറച്ചൊക്കെ നാണോ മാനവും വേണം.
എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നാണോ മാനോ വേണ്ടത്. അല്ല, ഇത് വയറ് ഇത്രയും പോർഷൻ ഒരു സ്ത്രീയുടെ ഇത്രയും പോർഷൻ എന്താ നാണോ മാനോ ആണ് നിങ്ങൾക്ക് വേണ്ടത്? അല്ല, ഇത് ഇപ്പൊ കാണാൻ പാടില്ലാത്ത സാധനമായിട്ട് എന്താണുള്ളത്? അത് ഇവളുടെ ഈ 2 സാധനം ഓപ്പൺ ചെയ്തിട്ടോ, അല്ലെങ്കിൽ താഴെ ഇവളുടെ പ്രൈവറ്റ് പാർട്ട് ഓപ്പൺ ചെയ്തിട്ടോ, ഈ ഒരു വയറെന്ന് പറയുന്ന പോർഷനിൽ എന്ത് നാണോ മാനോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്റെ വയറാണ്. അപ്പൊ ഇത് കണ്ടിട്ട് തോന്നാത്തവർക്ക് ഇത് കാണുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞു കിടക്കുന്ന വയറ് കണ്ടിട്ട് എന്തുകൊണ്ട് തോന്നുന്നു? ഒരു പുരുഷന്റെ വയറില് ഈ പോർഷനിൽ 6 പാക്ക് ഒന്നും അല്ല, ഫാമിലി പാക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ താഴെ കമന്റ് ഈ അവന്റെ വയറ് കൊള്ളൂല, പറി കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് വരരുത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു വയറ്. ഇത് കണ്ടിട്ടൊന്നും തോന്നാത്ത ഒരു ആൺകുട്ടി ഷർട്ടുമില്ലാതെ 6 പാക്കും കാണിച്ച് ഫുൾ ബോഡിയും കാണിച്ച് വീഡിയോ ഇട്ടാൽ പ്രശ്നമില്ലാത്തവർക്ക് എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വയറ്, അതും ഒരു കുഞ്ഞു കിടക്കുന്ന വയറ് കാണുമ്പോൾ എന്തുകൊണ്ട് ഇവനൊക്കെ ഇത് തോന്നുന്നു എന്നാണ് എനിക്ക് ഡൗട്ട്. ഇവനൊന്നല്ല, ഇവളുമാർക്ക്. കാര്യം ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സ് പെൺകുട്ടികളാണ്, പെണ്ണുങ്ങളാണ്, അതും കുലസ്ത്രീകളായിട്ടുള്ള കുറെ പെണ്ണുങ്ങൾ. പിന്നെ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പൊ അത് പോയി കിട്ടി. നിങ്ങളുടെ ഇഷ്ടം ആർക്ക് വേണം? നിങ്ങളുടെ ഇഷ്ടം വേണ്ട. കാര്യം നിങ്ങളൊക്കെ തന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് പ്രാവശ്യം നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ നമ്മൾ വേണ്ട. അത്രേ ഉള്ളൂ. കറക്റ്റാണ് ഇവിടെ അഭിഷേക് പറഞ്ഞു. കുഞ്ഞു കിടക്കുന്ന വയറ് കാണിച്ചെന്ന് പറഞ്ഞ് വേശ്യ എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഓവറാണ്. എന്തുകൊണ്ട് ആണുങ്ങൾ വയറ് കാണിക്കുമ്പോൾ പ്രശ്നമില്ല, പെണ്ണുങ്ങൾ വയറ് കാണിക്കുമ്പോഴാണല്ലോ ഇത്ര പ്രശ്നം? പോട്ടെ, പ്രഗ്നൻസിയിൽ കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ്. എന്തായാലും ഇതൊക്കെ പഴയ സംസ്കാരമാണ്. ഇപ്പോഴും ആ ആളുകൾക്ക്, ഈ ഒരു യുഗത്തിൽ പോലും ആളുകൾക്ക് ആ പഴയ സംസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന സബ്സ്ക്രൈബേഴ്സിനെ എനിക്ക് വേണ്ടാന്നാണ് അഭിഷേക് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതായിരിക്കും ബെറ്റർ. നിങ്ങൾ കാണണ്ട, അത്രേ ഉള്ളൂ. ഈ കമന്റ് ഇട്ടവരിൽ കൂടുതലും സ്ത്രീകളാണെന്നാണ് എനിക്ക് അതിശയം തോന്നുന്നത്. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയെ താഴ്ത്തി സംസാരിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എന്തു പറയാനാണ്? പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീക്ക് ശത്രു സ്ത്രീ തന്നെയെന്ന്. അതിപ്പോ എന്തായാലും കണ്ടു. ഇനിയും ബാക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്, അവരൊന്നും നമുക്ക് കേട്ടോ. സപ്പോർട്ട് ചെയ്തിരുന്നു, ഡ്രസ്സിങ് ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇവരെയൊക്കെ മക്കളെ കുറിച്ചൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വളർന്നു വരുന്ന ലൈഫാണ്. ഇനി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇവർ ഇവർ ചുരിദാർ ഇടുന്നതാണോ? ചുരിദാർ പിന്നെ എന്താ ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ലെഗിൻസ് ഇന്ത്യൻ കൾച്ചർ ഡ്രസ്സാണോ? ജീൻസ് ഇന്ത്യൻ ഇട്ടിരിക്കുന്ന ജീൻസ് ഇന്ത്യൻ കൾച്ചറാണോ? ഇന്ത്യൻ കൾച്ചർ മുണ്ടും സാരിയും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഇപ്പൊ 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ തമിഴ്നാട്ടിലൊരു മറ്റവൻ തലക്കിടിച്ച് കൊന്നു. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടാണോ ആ കൊച്ചിനെ ഇടിച്ച് തലക്കിടിച്ച് ഇത്രയും ഇതാക്കി റേപ്പ് ചെയ്ത് കൊന്നത്? ഞാൻ ചോദിക്കുന്നതാണ്. ഒരു ജസ്റ്റ് മെറ്റേണിറ്റി ഷൂട്ട് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ കമന്റ്സുകൾ ഇടുന്നത്, ആലോചിക്കണം. അടുത്തത്, ഇങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗർഭിണിയാവുക എന്നത് ഒരു ഭാഗ്യമാണ്. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ആ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗർഭകാലത്തെ ഒരു പവിത്രതയാണ് ഈ കാലത്തിന്റെ ഒരു പവിത്രത ഈ ഫോട്ടോഷൂട്ട് കൊണ്ട് കളഞ്ഞു കിട്ടി. എന്താണ് പവിത്രത? എന്തുകൊണ്ട്, എങ്ങനെ കളഞ്ഞു കുളിച്ചു എന്നാണ് നിങ്ങൾ? തന്റെ ഭാര്യയുടെ വയറ് നിനക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തോന്നുന്നു? കഷ്ടം. കാശിന് വേണ്ടി ഇങ്ങനെയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? ഇതാണ് ഇവരുടെ വിചാരം. 10 ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലക്ഷപ്രഭുക്കളാണ്. എന്റെ പൊന്നെ മൈരന്മാരെ ഉള്ള കാര്യം പറയാം. 10 ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ് പൈസ തരാം ഫേസ്ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ, മനസ്സിലായില്ലേ? 10 ഫോട്ടോ ഇട്ടിട്ട്, അതുമല്ല ഭാര്യയുടെ വയറ് പ്രദർശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? പ്രദർശിപ്പിച്ച് പൈസ ഉണ്ട്. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഞാനാണോ ഡിസൈഡ് ചെയ്യേണ്ടത് ഇവൾ എന്ത് ഡ്രസ്സ് ഇടണമെന്ന്? ചൂസ് ചെയ്തതും അതുപോലെ ഇവളുടെ ഡ്രസ്സിങ്ങിൽ കയറി അഭിപ്രായം പറയാൻ ഞാൻ ആരാണ്? എന്റെ അമ്മയുടെ ഡ്രസ്സ് ഞാൻ കയറിയിട്ട് ഇത് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അമ്മ ആ ഡ്രസ്സ് ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറയാൻ ഞാൻ ആരാണ്? എന്തായാലും ചേട്ടൻ ഭയങ്കര കലിപ്പിലാണ്, നല്ലോണം കൊടുക്കുന്നുണ്ട് നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക്. പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്, ഭാര്യ എന്തെങ്കിലും മോഡേൺ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഭർത്താക്കന്മാരെ ആയിരിക്കും പഴിചാരുന്നത്. ഭാര്യ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതാണ് ഭർത്താവിന്, അവനൊരു ഉണ്ണാക്കനാണ്, അവനൊരു പെങ്കോന്തനാണെന്നൊക്കെയാണ് പറയുന്നത്. കണ്ടില്ലേ അവളെ കയറൂരി വിട്ടേക്കുന്നു. ഒരു പെണ്ണിനെ കെട്ടിയെന്ന് വിചാരിച്ചിട്ട് ഭാര്യമാരുടെ ഇഷ്ടങ്ങളൊക്കെ അടിച്ചമർത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, എന്തൊക്കെ തരം ആൾക്കാരാണ്. പിന്നെ ഭാര്യയും എന്താ മനുഷ്യനല്ലേ, അവർക്കും കാണും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, ഈ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, ആ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നത് എന്തിന്റെ ഇതിലാണ്? ഒന്ന് ആലോചിക്കേ. അതൊക്കെ ഈ ഡ്രസ്സിന്റെ അളവ് ഇറക്കവും നീളം കൂടലും ഒക്കെയാണോ ഇതിനകത്ത് വന്നേക്കുന്നത്? പൊടി കുഞ്ഞു പിള്ളേരെ.
കഴിഞ്ഞില്ലേ, ഇനി അഭിശ്രീയുടെ ഈ വീഡിയോസിന് താഴെയൊക്കെ വന്ന കമന്റുകളൊക്കെ നിങ്ങളൊന്ന് കാണേണ്ടതാണ്. എന്തായാലും ഞാൻ അതിലൊരെണ്ണം വായിച്ചു തരാം. മലയാളികളാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇട്ടാൽ പോരെ. പലർക്കും ഒരു അയ്യ മനോഭാവം ഉണ്ടാകും ഇത്തരത്തിലുള്ള പിക്സ് കാണുമ്പോൾ. മേ ബി നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും ഉണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അമ്മൂമ്മമാർക്കും ഇതൊന്നും അവരുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഉൾക്കൊള്ളാനാവില്ല. ബി പോസിറ്റീവ് ആൻഡ് ടേക്ക് കെയർ. കൊള്ളാം, നല്ല കമന്റ് ആണ്. പിന്നെ അടുത്തത്, നിങ്ങൾ ഈ വ്ലോഗ് ചെയ്യരുതായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയാണ്. എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പരിപാടി ചെയ്താൽ പോരെ. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ വരെ ബാധിക്കും. നിങ്ങളോട് മാന്യമായി കമന്റ് ഇട്ടവരെ നിങ്ങൾ വളരെ മോശമായാണ് തിരിച്ചു കമന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ മോശം ആറ്റിറ്റ്യൂഡ് ഇതിൽ കാണാം. ഈ പറഞ്ഞതിൽ എനിക്ക് കുറച്ച് ശരിയാണ്. ഈ കുറച്ചൊക്കെ കമന്റുകളിൽ ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ഇച്ചിരി കുറക്കാം. ഈ സോഷ്യൽ മീഡിയ ആകുമ്പോ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് വരും, അത് ഉള്ളതാണ്. പിന്നെ അതെല്ലാം കേട്ട് മിണ്ടാതിരിക്കണമെന്നും മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർക്ക് അവിഹിതത്തിലുള്ള കുട്ടിയാണ് ഉണ്ടായത് എന്ന് വരെ കമന്റ് വന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മോശം കമന്റ് ആണ്. നമുക്കതൊന്നും കേട്ടോണ്ട് പറ്റത്തില്ല, നമ്മൾ പ്രതികരിച്ചു പോകും. ഈ അഭിഷേക് പിന്നെ ബിഗ് ബോസിൽ പോയപ്പോ ഉള്ള കുഞ്ഞാണെന്ന് വരെ ഓരോരുത്തർ കമന്റ് ഇട്ടിട്ടുണ്ട്. അത്രയും മോശം കമന്റ്സ് ഒക്കെ വരുമ്പോൾ മിണ്ടാതിരിക്കണോ? നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കണം. എന്തായാലും അതിനെ കുറിച്ച് അഭിഷേക് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു. ഒരെണ്ണം കൂടെ ഉണ്ട്. എന്തോന്ന്, ശിവപാർവതി എന്നുള്ള കമന്റ് ആണ്. ഞാൻ സീരിയസ്ലി പറയാം, ശിവപാർവതി, ഈ ഫോൺ ആര് യൂസ് ചെയ്താണ് ഈ കമന്റ് ഇട്ടത് എന്ന് എനിക്കറിയില്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇപ്പൊ 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 9ാം മാസം 1 വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, കുഞ്ഞ് വയറ്റിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന, അതായത് ഒന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കമന്റ് ഇട്ട ആള് അതാരാണെങ്കിലും അവർക്കെതിരെ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും. അവനെ പൊക്കി എടുത്തിരിക്കും ഞാൻ, അവനാണെങ്കിലും അവളാണെങ്കിലും. കാരണം ബിഗ് ബോസിൽ ഹസ്ബൻഡ് പോയപ്പോൾ പ്രഗ്നന്റ് ആയി. അതായത് എന്റെ പിതൃത്വത്തെയും ഇവളുടെ മാതൃത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുണ്ടച്ചി മോള് കമന്റ് ഇട്ടത്, അല്ലെങ്കിൽ മോൻ കമന്റ് ഇട്ടത്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ ഈ ഡെലിവറി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. അതെ, ഇമ്മാതിരി ചെറ്റ കമന്റ്സിനൊക്കെ നിങ്ങൾ കേസ് കൊടുക്കുക തന്നെ വേണം. കമന്റിൽ എന്തും പറയാം എന്നുള്ള ഒരു ധൈര്യം ഈ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കുക തന്നെ വേണം. ഏതോ ഒരു ചാനലില് ഇതുപോലെ ഒരു പ്രഗ്നൻസിയുടെ ഇതിൽ അവരുടെ കുഞ്ഞ് ചത്തുപോട്ടെ എന്നും പറഞ്ഞ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ചെറിയ ചെക്കനാണ് ആ കമന്റ് ഇട്ടേക്കുന്നത്. അവരാണെങ്കിൽ കേസ് കൊടുത്ത് ആ ചെക്കനെ പിടിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. വന്നിപ്പോ എന്ത് കമന്റ് ഇടാവുന്ന ഇത്തരത്തിലുള്ള കമന്റ്സിന് കേസ് കൊടുക്കുക തന്നെ വേണം. ഇനി ഇങ്ങനെയുള്ള കമന്റ്സ് ഇടാൻ അവരൊന്ന് ഭയക്കണം. ഇതുപോലെ വേറെയും ഉണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം. ശിവപ്രിയ ഉണ്ട്. അടുത്തത് സ്വപ്ന എന്ന് പറയുന്ന ഒരു ആളുടെ കമന്റ് ആണ്. ഇത് ഞാൻ ഈ 2 കമന്റിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 കമന്റിന് വേണ്ടിയിട്ടാണ്. എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്. നിനക്ക് നാണവും മാനവും ഉണ്ടോ ഞൊണ്ടിക്കാല? ഞൊണ്ടിക്കാല, നീ നിന്റെ തന്തയെ പോയി പറയണം മയിലേ, നിന്റെ തവളയെ പോയി പറയാം. ഇവള് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും മനസ്സിലായോ? ഇത്രയും പച്ചക്ക് ഞാൻ തെറി വിളിക്കുന്നതിന്റെ കാര്യം എന്താ അറിയോ? ഒരാളുടെ അവളുടെ പേഴ്സണലി അവളുടെ ഇഷ്ടത്തിന് അവള് വയറ് കാണിച്ചോ എന്തെങ്കിലും സാമാനം കാണിച്ചോ അവള് ഫോട്ടോ ഇടുന്നോ വീഡിയോ ഇടുന്നതോ അവളുടെ മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ ഹസ്ബൻഡ് ആയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. അതിന് നീ എന്തിനാണ് മയിലെ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അതിന് നീ എന്തിനാ എന്നെ ഞൊണ്ടിക്കാരാന്ന് വിളിച്ചത്? അത് പറ. പിന്നെ ഇത്രയും ഞാൻ എന്റെ ലൈഫിൽ ഇത്രയും കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്രയും ഞാൻ തെറി വിളിക്കുന്നത്. അതിന് കാരണം ഈ കാലിന്റെ പേരിൽ കുറെ കുണയ്ക്കുന്നുണ്ട് കുറെ മയിലുകൾ, മനസ്സിലായോ? അത് വേണ്ട, ഇതങ്ങോട്ട് മാറ്റിക്കള. ഇത് മാറ്റിട്ട് നേർക്ക് പറ. എന്ത് കഷ്ടമാണല്ലേ ഈ പറയുന്നവരെ, ഈ കമന്റ്സ് ഇടുന്നവരൊക്കെ അത്ര പെർഫെക്റ്റ് ആണ്. എല്ലാവർക്കും ഓരോരോ കുറവുകൾ ഉണ്ടാവും. ഓരോ കുറവുകളെ ഇങ്ങനെ കളിയാക്കുന്നത് വളരെ മോശമാണ്. പക്ഷെ നെഗറ്റീവ് കണ്ടാൽ പറയാം, പക്ഷെ ഇതൊരു വൈരാഗ്യം പോലെ ആവരുത്. ഇനി ഇവരുടെ മാത്രമല്ല കേട്ടോ, വേറൊരു കപ്പിളും കൂടിയുണ്ട്. അവരുടെ വീഡിയോക്കും താഴെ ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അഭിശ്രീയെ സംബന്ധിച്ചിടത്തോളം വയറ് കാണിച്ചത് മാത്രമല്ല കേട്ടോ ഇവിടുത്തെ പ്രശ്നം. ഇവര് വളകാപ്പിന്റെ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് താഴെ നെഗറ്റീവ് കമന്റ് ആണ്. എന്തായാലും ആ ഒരു വീഡിയോ ഉണ്ട്, കണ്ടോക്ക്. വളരെ നല്ല വീഡിയോ അല്ലേ? ഇതിനകത്ത് ഒരു മോശവും നമുക്ക് പറയാനില്ല. വളരെ നല്ല രസത്തിലാണ് ഇവർ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. രണ്ടാളും ചെറിയ രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് കയറും. എന്നാൽ ഇതിൽ പോലും നെഗറ്റീവ് കമന്റ്സ് ആണുള്ളത്. ഒരു ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു ഇവരുടെ വളകാപ്പ്.
ഈ അഭിഷേക് പങ്കെടുത്ത ഒട്ടുമിക്ക ടീമുകളും ഈ ബിഗ് ബോസിലുള്ള ഒട്ടുമിക്ക പേരും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അഭിശ്രീ കപ്പിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതിന്റെ സന്തോഷം അവർ പ്രകടിപ്പിച്ചു. അതങ്ങനെ എടുത്താൽ പോരെ? അതിന്റെ ഇടയിൽ തന്നെ വന്ന് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ചില കമന്റ്സ് ഞാൻ വായിച്ചു തരാം. വൈറലാവാൻ വേണ്ടി എന്ത് ആഭാസത്തരവും കാണിക്കുന്ന കുറെ മലരുകൾ, കാണുന്ന ആർക്കും താല്പര്യമില്ല, തെളിച്ചില്ല. ഇതെല്ലാം എന്തിനു ലോകരെ കാണിക്കണം? കഷ്ടം. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? എന്ത് കോമാളിത്തരങ്ങളും. രണ്ടുപേരും ലേബർ റൂമിൽ ഈ തുള്ളൽ കാരണം അവിടെ ചെന്നിട്ട് അയ്യോ അമ്മേ എന്ന് വിളിക്കരുത്. എന്തായാലും ചേട്ടൻ പറഞ്ഞുകൊണ്ട് ലേബർ റൂമിൽ കയറുമ്പോൾ 2 സ്റ്റെപ്പ് ഇട്ട് ഡാൻസ് കളിക്കാം. എന്തോന്നടേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെയാണോ കമന്റ് ഇടുന്നത്? അവര് വെച്ചൊരു പരിപാടി, അവരുടെ കാശ് മുടക്കി ചെയ്യുന്ന ഒരു പരിപാടി അവരെന്തെങ്കിലും കാണിക്കട്ടെ. എന്തിനാണ് ഇത്രയും ദേഷ്യം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഡാൻസ് കളിച്ചാൽ കുഴപ്പം, ചിരിച്ചാൽ കുഴപ്പം, നിന്നാ കുഴപ്പം, നടന്നാ കുഴപ്പം, എന്തുവാണപ്പോ ഇത്? എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഉള്ളത്? എന്തേലും ആവട്ടെ. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ